ബയോളജിയുടെ മോഡൽ ചോദ്യപേപ്പർ സെറ്റ് ബി ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി സെറ്റ് എ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമഗ്ര അല്ലെങ്കിൽ SCRTയുടെ അസസ്മെൻറ്റ് സെല്ല് പുറത്തിറക്കിയിട്ടുള്ള 3 ചോദ്യപേപ്പറിൽ ഇത് രണ്ടാമത്തെ ചോദ്യപേപ്പറാണ്. അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോകാം. സോ നിങ്ങളെല്ലാവരും IT പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സാം നടക്കുകയാണെന്നറിയാം. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സസ് കണ്ടാൽ മതി. ഞാൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റുന്ന അത്രയും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. സോ സമയം പോലെ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DNA. DNAയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. 2 strands ആർ പ്രസൻറ്റ്, അത് ശരിയാണ്. 2 സ്ട്രാൻഡ് ഉണ്ട് അല്ലെ, DNAക്ക് ഡബിൾ സ്ട്രാൻഡ് ആണ്. അഡിനിൻ, തൈമിൻ, യുറാസിൽ, ഗ്വാനിൻ, അവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. അഡിനിൻ, തൈമിൻ, യുറാസിൽ അല്ലേ, യുറാസിൽ അല്ല അല്ലേ, യുറാസിൽ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് RNAയുടേതാണ്, അപ്പോൾ DNAയുടേതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. 3 ഷുഗർ ഈസ് ഡിയോക്സി റൈബോസ് ഷുഗർ, അത് ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് DNAയുടേത് അല്ലാത്തതായിട്ടുള്ളത്. അപ്പോൾ 2 മാത്രം വരുന്ന ഉത്തരം C ആണ്. 2 ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം, മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോർമോണുകൾ അതിൻ്റെ ഫംഗ്ഷൻസുമാണ്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ നമുക്കറിയാം ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ആൻഡ്രോജൻ ആണെങ്കിൽ സെക്ഷുവൽ ഡെവലപ്മെൻ്റ് ആണ്. കോർട്ടിസോൾ ആണെങ്കിൽ എന്തായിരിക്കും, അത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ P എന്ന് പറയുന്നത് 3 ആണ്. P എന്ന് പറയുന്ന 3 ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ B ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ബാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഹോർമോണുകളും ഫംഗ്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ 2 ചോദ്യപേപ്പർ നോക്കിയപ്പോഴും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സസിലെ ചോദ്യപേപ്പറൊക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇതിൽ നിന്നുള്ളത് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, examine the statement and the reason and choose the correct answer from the given options. Statement, chemoreceptors help to sense taste. Taste സെൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? കീമോറെസെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ശരിയാണ്. റീസൺ, കീമോറെസെപ്റ്റേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ദ നോസ് അല്ലേ, അത് അല്ല. കാരണം ഇത് എന്താണ്, ഇത് നാക്കിൽ കാണുന്ന ടേസ്റ്റ് നമുക്ക് ടങ്കിൽ നിന്നാണ് കിട്ടുന്നത്. ടേസ്റ്റ് ബഡ്സ് ആണ്, അവിടെയുള്ള കീമോറെസെപ്റ്റേഴ്സ് ആണ്. ഇത് മ്യൂക്കസ് മെമ്പറൈൻ ഉള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ എന്താണ് റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. സോ C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലേ കറക്റ്റ്, കീമോറെസെപ്റ്റേഴ്സ് സെൻസ് ടേസ്റ്റ്. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, കീമോറെസെപ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ, ടേസ്റ്റ് ബഡ്സ് ആണ്, അതിൽ കീമോറെസെപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം, സം physiological changes that occur during emergency situations are given below. Analyze them and find out which one occurs when the sympathetic system stimulated. അപ്പോൾ സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എമർജൻസി സമയത്ത് ആക്ടിവേറ്റ് ആകുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറ്റും, സ്ലോസ് ഡൗൺ ദ പെരിസ്റ്റാൾസിസ്, ശരിയാണ് അല്ലെ, ദഹനത്തിന് വേണ്ടിയുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിനെ സ്ലോ ചെയ്യും. കാരണം അപ്പോൾ ദഹനമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വേറെയുണ്ട്. ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവ അല്ലെ, ദഹനത്തെ പറ്റി അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സലൈവ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഡിക്രീസ് ദ ഹാർട്ട് ബീറ്റ് അല്ല, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഡിക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് സലൈവയും ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം ആണ് ശരിയെന്ന് പറയും. അപ്പോൾ 1ഉം 4ഉം ശരിയും 2ഉം 3ഉം തെറ്റും പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം, സിമ്പതറ്റിക്കും പാരസിമ്പതറ്റിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, എ ക്രോസ് ബിറ്റ്വീൻ എ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ആൻഡ് എ പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ കണ്ടക്റ്റഡ് ബൈ ഗ്രിഗർ മെൻഡൽ ഈസ് ഇല്ലസ്ട്രേറ്റഡ്. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ റെഡിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാവുന്നു, അത് തമ്മിൽ ചേരുന്നു. ഇവിടെ ഉണ്ടാവുന്ന നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ R സ്മോൾ r ആണ് വരുന്നത്. വാട്ട് ഇസ് എ ജീനോടൈപ്പ്? ജീനോടൈപ്പ് ക്യാപിറ്റൽ R സ്മോൾ r ആണ് അവിടുത്തെ ജീൻ എന്ന് പറയുന്നത്. ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ എന്താ, എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ആവുന്നത്? ഡോമിനൻ്റ് ക്യാരക്ടറാണ് അല്ലേ. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ R അല്ലേ. അപ്പോൾ റെഡ് ഫ്ലവർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ ഏതാണ്? 2 കൂടി ക്യാപിറ്റൽ R സ്മോൾ r. അടുത്ത B, ഇല്ലസ്ട്രേറ്റ് ദ ക്രോസ് ബിറ്റ്വീൻ F1 പ്ലാന്റ് ആൻഡ് ദ പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് വൈറ്റ് ഫ്ലവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു F1 പ്ലാന്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്ന ചെടിയും, അതുപോലെ തന്നെ പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, സ്മോൾ r തമ്മിലുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകുന്നു. ഏതൊക്കെ ഉണ്ടാകുന്നു? ക്യാപിറ്റൽ R ഉണ്ടാകുന്നു, സ്മോൾ r ഉണ്ടാകുന്നു, സ്മോൾ r ഉണ്ടാകുന്നു, സ്മോൾ r ഉണ്ടാകുന്നു. തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ക്യാപിറ്റൽ R സ്മോൾ r, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ R സ്മോൾ r, അടുത്ത സ്മോൾ r സ്മോൾ r സ്മോൾ r സ്മോൾ r, ഇതായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ. ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരച്ച് വെച്ചാൽ മതിയാവും. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയല്ലേ, F1 പ്ലാന്റ് സാധാരണ F1
സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ കേസ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ അങ്ങനെയല്ല, F1 പ്ലാന്റും പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവറും ആണെന്ന് വെച്ചാൽ ഇതായിരിക്കും. ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത ചോദ്യം ചോദ്യമാണോ അല്ല. വെൻ എ ടോൾ പ്ലാന്റ് പ്രൊഡ്യൂസിങ് റൗണ്ട് സീഡ് was crossed with a dwarf plant producing wrinkled seed, the genotype of the first generation is capital T, small t, capital R, small r. Okay, which gametes are likely to be produced when this plant is self-pollinated? അപ്പോൾ ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാമേറ്റ് ഏതൊക്കെയാണ്? ഗ്യാമേറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലേ, ക്യാപിറ്റൽ ടി സെപ്പറേറ്റ് ആവും, സ്മോൾ ടി സെപ്പറേറ്റ് ആവും, ക്യാപിറ്റൽ ആർ സെപ്പറേറ്റ് ആവും, സ്മോൾ ആർ സെപ്പറേറ്റ് ആവും. അതിനുശേഷം ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, അതുപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആറും സ്മോൾ ടി സ്മോൾ ആറും ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമേറ്റുകളെന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഫീനോടൈപ്പ് അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദ പാരൻറ്റ്? ഏതൊക്കെ ആയിരിക്കും നോക്ക്. ടോളും റൗണ്ട് സീഡും ഉണ്ട്, പക്ഷേ ടോളും റിങ്കിൾഡ് സീഡും അത് ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പുതുതായിട്ട് ഉണ്ടാകുന്നത്? ടോള് വിത്ത് റിങ്കിൾഡ് സീഡ് അല്ലേ, റിങ്കിൾഡ് സീഡും അതായത് ഈ കാണുന്നതും. അതുപോലെ പിന്നെ ഏതൊക്കെയായിരിക്കും? ഡോർഫ് വിത്ത് റൗണ്ട് സീഡ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഡ്വാർഫ് വിത്ത് റൗണ്ട് സീഡ്. ഓക്കെ, ഇതാണ് ഇവിടെ പുതുതായിട്ടുണ്ടാകുന്ന രണ്ട് കേസ് എന്ന് പറയുന്നത്. അടുത്ത് ആറാമത്തെ ചോദ്യം. ബേസ്ഡ് ഓൺ ദ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ വേരിയേഷൻ ഇൻ ദ ബീക്ക് ഓഫ് ദ ഫിഞ്ചസ് ഇൻ ദ ഗാലപ്പാഗോസ് ഐലൻഡ് റിസൾട്ടഡ് ഇൻ ദ സർവൈവൽ. ശരിയാണ്. കാരണം എന്താണ്? ഫിഞ്ചസ്, ഒരു ഫിഞ്ച് എന്ന് പറഞ്ഞ കിളിക്ക് ഈ പറയുന്ന ആഹാരം കഴിക്കാനുള്ള മീൻസ് എന്ന് പറയുന്നത് എന്താണ്? ത്രൂ ദെയർ ബീക്സ് ആണ്. സോ ഏത് ഫിഞ്ച് ഏത് ഐലൻഡിൽ അകപ്പെട്ടു, അവിടുത്തെ ഫുഡിന് ഈ പറഞ്ഞ ബീക്ക് അനുയോജ്യം ആണെങ്കിലേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേരിയേഷൻ ഇൻ ദ ബീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐലൻഡിൽ എന്ത് തരം ഫുഡാണുള്ളത്, ആ ഐലൻഡിൽ എത്തിപ്പെട്ട കിളിക്ക് എന്ത് തരം ബീക്കാണുള്ളത്, അത് ഇവിടുത്തെ ഫുഡ് കളക്ഷനുമായിട്ട് അനുയോജ്യമായതാണെങ്കിൽ അത് സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ഇല്ലാണ്ടാകും. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഈ PDF-ൻ്റെ ഏറ്റവും താഴെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുണ്ട്. സോ അതും കൂടി ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഞാനിപ്പോൾ ഫുൾ ഇതിനകത്ത് എഴുതാൻ നിൽക്കുന്നില്ല. അടുത്ത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഇൻ ദ പ്രൊഡക്ഷൻ അല്ലേ, ഇൻ ദ പ്രോസസ് ഷോൺ. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്നതാണ്. ഗിബ്ബറിൻ്റെ ജോലി എന്താണ്? ആ സീഡിൻ്റെ ഡോർമെൻസിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ബ്രേക്ക് സീഡിൻ്റെ ഡോർമെൻസി. സൈറ്റോകൈൻ ആണെങ്കിൽ എന്താണ്? സൈറ്റോകൈൻ ഈസ് ഫോർ സെൽ ഡിവിഷൻ അല്ലേ. സെൽ ഡിവിഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? സൈറ്റോകൈൻ ആണ്. 2 മാർക്കല്ലേ എഴുതി വെച്ചാൽ കിട്ടും അല്ലേ. ഓക്കെ, അടുത്ത് എട്ടാമത്തെ ചോദ്യം. ഗ്രോത്ത് ഇൻ ദ ടെക്നോളജി പ്ലേസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ ദ സർവൈവൽ ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് ഇറ്റ്സ് ലിവിംഗ് ബീയിങ്സ്. റൈറ്റ് 2 എക്സാമ്പിൾസ് ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. നമ്മൾ അവസാന ചാപ്റ്റർ പഠിച്ചതാണ് വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസർ, ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡേറ്റാ സെൻസർ, അല്ലെങ്കിൽ ക്രയോ പ്രിസർവേഷനോ ഏതെങ്കിലും 2 എണ്ണം ഇവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് വരാം. അപ്പോൾ എന്താണ് ഗ്രോത്ത് ഇൻ ടെക്നോളജി എന്ന് പറയുന്നത്? നമ്മുടെ സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടെക്നോളജി മാറുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈൽഡ് ലൈഫ് ട്രാക്കിങ്ങിലൂടെ നമുക്ക് മൃഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി അതിനെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രയോ പ്രിസർവേഷനിലൂടെ എക്സ്റ്റിങ്ക്റ്റ് ആകാൻ പോകുന്നതിൻ്റെ DNA പ്രിസർവ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. അടുത്ത 9ാമത്തെ ചോദ്യം. സിൻസ് AB ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് ആൻറ്റിബോഡീസ് ഇൻ ഇറ്റ്, it can receive blood from the donor of any blood group. Do you agree with the statement? Yes, പറ്റും. കാരണം നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ്? ഡോണറിൻ്റെ ആൻറ്റിജനും റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡിയുമാണ്. കാരണം ഈ ഡോണറുടെ രക്തം റെസിപ്പിയൻറ്റിലോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന ആൻറ്റിജനെ ഇവിടെയുള്ള ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും? സെയിം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും. അപ്പോഴാണ് അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകുന്നത്. AB ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തില്ല? ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം കുഴപ്പമില്ലല്ലോ. അപ്പോൾ A വന്നാലും B വന്നാലും ഏത് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഈ കാര്യം എഴുതി വെച്ചാൽ മതി. ഓക്കെ, സിൻസ് AB ബ്ലഡ് ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് ആൻറ്റിബോഡീസ്, it can receive blood of any other group because the antibodies attack the antigen if they are not compatible. Since AB does not have any antigen, we can donate any blood to AB group. ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയാകും. 10ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ മോസ്കിറ്റോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കാണുമ്പോൾ തന്നെ അറിയാം അസുഖം എന്ന് പറയുന്നത് എന്താണ്? മലേറിയയാണ്. സിംറ്റംസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫീവർ ഉണ്ടാകും അല്ലെ, അതുപോലെ എന്താണ്? ഹെഡ് ഏക്ക് ഉണ്ടാവും,
ഷിവറിങ് ഉണ്ടാവും. എന്തെങ്കിലും 3 എഴുതി വെച്ചാൽ മതി. പ്രിക്വേഷൻസ് എന്തൊക്കെയായിരിക്കും? മൊസ്കിറ്റോസ് ഉണ്ടല്ലോ, മൊസ്കിറ്റോയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവോ അതിവിടെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. വെള്ളം സൂക്ഷിക്കുന്ന കേസ്, മൊസ്കിറ്റോസിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാലോ, പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും തുറന്നു വയ്ക്കരുത്, വെള്ളം കെട്ടിക്കിടക്കുന്ന സോഴ്സുകളെ നമ്മൾ ഇല്ലാണ്ടാക്കണം, അത് എഴുതി വെച്ചാൽ മതി, ഇവിടെ മാർക്ക് കിട്ടും. കാരണം ഇതെന്താണ്, ഇത് കൊതുക് പരത്തുന്ന രോഗമായതുകൊണ്ട് അല്ലേ. അടുത്ത് ബി, ദ ഇല്ലസ്ട്രേഷൻ ഷോസ് എ ഡിസീസ് ദാറ്റ് കോസ് എക്സസീവ് ബ്ലീഡിങ് ഈവൻ ഫ്രം സ്മോൾ വൂണ്ട്. ഒബ്സർവ് ഇറ്റ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നെയിം ദ ഡിസീസ്. ഏതാണ്? ഹീമോഫീലിയ ആണ് അല്ലേ. എന്താണ്? ഹീമോഫീലിയ ആണ് രോഗം. കോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകുന്ന പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനുണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? നമുക്ക് ജീൻ തെറാപ്പി ഉണ്ട്, കാരണം ഇതൊരു ഹെറിഡിറ്ററി ഡിസീസാണ്. അപ്പോൾ നോർമൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ജീൻ തെറാപ്പിയോ അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് വേറെ വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. ഓക്കെ. ആൻ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ്. അതായത് ക്രൈനിയൽ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹൗ ഹാസ് ദിസ് ചേഞ്ച് ദ ഒക്കറൻസ് ഹൗ ഹാസ് ദിസ് ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ത്രൂ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ദ സർവൈവൽ ഓഫ് ദ മോഡേൺ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ക്രൈനിയൽ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവ് എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനെ ഹെൽപ്പ് ചെയ്തത്? ക്രൈനിയൽ കപ്പാസിറ്റിയിൽ നമുക്ക് കൂടുതൽ വന്നപ്പോഴാണ് നമുക്ക് എന്ത് പറ്റിയത്? നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയത്. നമുക്ക് എന്ത് പറ്റിയത്? നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ ഉണ്ടായി. അതുപോലെ നമുക്ക് കൂടുതൽ തിങ്കിങ് കപ്പാസിറ്റി കിട്ടി, ടൂൾ മേക്കിംഗ് കപ്പാസിറ്റി കിട്ടി. അങ്ങനെ ഈ ബ്രെയിൻ വളർന്നുകൊണ്ടാണ് നമുക്ക് സോഷ്യലായിട്ട് ഇടപെടാനും ഗ്രൂപ്പായിട്ട് താമസിക്കാനും ഒക്കെ പറ്റിയത്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? പോയിൻ്റായിട്ട് എഴുതേണ്ടത്. ഒരു 4 പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് ഇവിടെ കിട്ടും. അടുത്ത, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ മോളിക്യൂൾ എ? ഹൗ ഈസ് ദ മോളിക്യൂൾ എ ഫോംഡ് ഇൻ ദ പ്രോസസ്? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് mRNA ആണ് അല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ ആണ്. mRNA എങ്ങനെയാണ് ഫോം ചെയ്തത്? mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോറ്റൈഡ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ന്യൂക്ലിയോറ്റൈഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജീനിൽ നിന്ന് എന്താണ് എൻസൈംസിൻ്റെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് അല്ലെ, എൻസൈംസിൻ്റെ ഹെൽപ്പുകൾ കൊണ്ടാണ് mRNA എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതി വയ്ക്കേണ്ടത് അല്ലേ. ഹൗ ഈസ് ദിസ് മോളിക്യൂൾ എ ഫോംഡ് എന്ന് വെച്ചാൽ ആദ്യം മോളിക്യൂൾ ഏതാണെന്ന് എഴുതണം. mRNA ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോറ്റൈഡ് ഓർ ജീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് tRNA ആൻഡ് rRNA ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ മോളിക്യൂൾ ബി. ബി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അമിനോ ആസിഡ് ആണ് അല്ലേ. നമ്മുടെ പ്രോട്ടീനാണ് അവിടെ ഉണ്ടായത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻസ് അങ്ങനെ ഫോം ചെയ്യുന്നത് അല്ലെ. tRNAയുടെ ജോലി എന്താ? ദ tRNA വിൽ പ്രൊവൈഡ് ദ കറക്റ്റ് അമിനോ ആസിഡ് അക്കോർഡിംഗ് ടു ദ mRNA അല്ലേ. മെസ്സേജ് റിസീവ്ഡ് ഫ്രം ദ mRNA. mRNAയുടെ റിസീവ് ചെയ്ത സീക്വൻസ് അനുസരിച്ച് അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്ന ജോലിയാണ് ആർക്ക്? ട്രാൻസ്ഫർ RNAക്കുള്ളത്. rRNA അല്ലെങ്കിൽ റൈബോസോം RNAയുടെ ജോലി എന്താണ്? ടു ജോയിൻ ദീസ് ഇൻ ദ കറക്റ്റ് ഓർഡർ അല്ലെ. ഈ പറഞ്ഞ എന്താണ്? അമിനോ ആസിഡ്സിനെ എന്താണ് ഒരു കറക്റ്റ് സീക്വൻസിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഇവർക്കിടയിലുള്ള ബോണ്ട് ഫോം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അത് റൈബോസോം RNA ആണ് ഇൻസൈഡ് ദ റൈബോസോം. 13A കാണുമ്പോൾ തന്നെ അറിയാം ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലേ. വിച്ച് ഇമ്മ്യൂൺ മെക്കാനിസം ഈസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡിൻ്റെ ക്ലോട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? when the tissues around the wounds are damaged, it will produce a thromboplastin. എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? കൺവേർട്ട് ത്രോംബിൻ ഇൻറ്റു ത്രോംബിൻ. ത്രോംബിൻ എന്തിനെ കൺവേർട്ട് ചെയ്യും? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. ഇത് ഓർത്ത് വെച്ചോളാം. ദിസ് ഫൈബ്രിൻ വിൽ ഫോം എ മെഷ് അറൗണ്ട് ദ വൂണ്ട് and the blood particles will stick to it and form the clot. ഇതാണ് നോക്കേണ്ടത്. അടുത്ത ഓർ ക്വസ്റ്റ്യൻ അനലൈസ്. അടുത്ത എന്താണ്? കണ്ടാൽ തന്നെ അറിയാം എന്താണ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് അല്ലേ. എന്താണത്? ഇത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വിച്ച് ഇമ്മ്യൂൺ മെക്കാനിസം ഇസ് ഷോൺ? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when the tissues or എന്താണ് cells are damaged, it will produce histamine. ഹിസ്റ്റാമിൻ വിൽ എന്താണ്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹിസ്റ്റാമിൻ വിൽ എൻലാർജ് എന്ന് പറയാൻ പറ്റും, വേണ്ട ഡയലേറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഹിസ്റ്റാമിൻ വിൽ ഡയലേറ്റ് ദ ബ്ലഡ് വെസൽ, സോ മോർ ബ്ലഡ് ഈസ് ഫ്ലോഡ് ഇൻ ടു ദ wounded site and the more blood which contains more monocyte and neutrophil, they will attack the germs. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി, ഇവിടെ നമുക്ക് മാർക്ക് കിട്ടും. 14 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സെൽ ഇൻ ദ റെറ്റിന ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ഫങ്ഷൻസ് എഴുതുക. ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് കണ്ടെയ്ൻ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്.
Rod cells help for dim light vision and cone cells help for color vision. Bipolar cell layer transfer messages from the photoreceptors to the ganglion layer. Ganglion layer transfer the messages from the bipolar layer to the brain. എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി. 3 മാർക്ക് ചുളുവിൽ കിട്ടും. സിമ്പിൾ ചോദ്യം. 15ാമത്തെ ചോദ്യം. ന്യൂറോൺ ഉറപ്പാണ്. ന്യൂറോണൊക്കെ പഠിച്ചു വെക്കും. ഇത് 100% ഉറപ്പാണ്. റീഡ്രോ ദ ഡയഗ്രം വരയ്ക്കണം. 1 മാർക്ക് കിട്ടും. ലേബൽ പി ആൻഡ് ക്യൂ. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെൻഡ്രോൺ അല്ലേ? പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻഡ്രോൺ. ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ആക്സോണൈറ്റ. അടുത്ത 6 ഇപ്പോൾ മാർക്കേം ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ലേബൽ ലെസ് ആർ. ആർ എന്ന് വെച്ചാൽ എന്താണ്? മൈലിൻ ഷീറ്റാണ് അല്ലേ? അതിൻ്റെ ഫംഗ്ഷൻ എഴുതിയാൽ മതി. എന്താണ്? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, പ്രൊവൈഡ് നറിഷ്മെൻറ്റ് അല്ലേ? നറിഷ്മെൻറ്റ് കൊടുക്കുന്നതും ഇവൻ്റെ ജോലിയാണ്. 2 എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. 16ാമത്തെ ചോദ്യം എന്താണ് കാണിച്ചിട്ടുള്ളത്? നെയിം ദ പ്രോസസ്സ്. എന്താണ് ഈ കാണിച്ചിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്? റീകോമ്പിനൻ്റ് DNA ടെക്നോളജി അല്ലെ? റീകോമ്പിനൻ്റ് DNA technology. How does this process bring about changes in the genetic makeup of the organisms? We can remove a specific part. അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can alter the genes of an organism by removing a specific gene. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്പെസിഫിക് ജീനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയതിനെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. റൈറ്റ് ദ നെയിം ഓഫ് ദ എൻസൈംസ് പ്രസന്റ് ഇൻ ദ പ്രോസസ് പി ആൻഡ് ക്യൂ. പിയിൽ ഒട്ടിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്? ലിഗേസ് ആണ് ഒട്ടിക്കുന്നത്. ക്യൂവിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ചോദ്യം എന്താണ്? എ ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു ജീൻ എഡിറ്റിംഗ് ടെക്നോളജീസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. The sequence of nitrogen base in the DNA is edited so as to make changes in the characteristics of an organism. Through that, unwanted characteristics can be removed. എന്താണ് സംഭവം? CRISPR ടെക്നോളജി അല്ലേ? CRISPR ടെക്നോളജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഗൈഡ് RNA കേസ് 9 ജോലി എന്താണ്? ഗൈഡ് 9 will identify the specific DNA part that is to be cut. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഗൈഡ് RNA ആണ്. കേസ് 9 will cut the specific RNA. എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. അടുത്ത് 17ാമത്തെ ചോദ്യം. ദ കോക്ലിയ വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ ഇന്നർ ഇയർ ഈസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പർ ചേംബർ എക്സ്, ലോവർ ചേംബർ. വിച്ച് ഫ്ലൂയിഡ് ഫിൽസ് ദ അപ്പർ ചേംബർ? അപ്പർ ചേംബറിനകത്താണെങ്കിൽ ഏതാണ്? പെരിലിംഫാണ്. ഓക്കെ, പെരിലിംബാണ് ഫില്ലായിരിക്കുന്നത് അപ്പറിനകത്ത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എൻഡോലിംബ്. ബൈ ദ നെയിം ഓഫ് ദ പാർട്ട് എ എക്സ്. എക്സ് എന്താണ്? എക്സ് എന്ന് വെച്ചാൽ ഓർഗൻ ഓഫ് കോർട്ടിയാണ് അല്ലേ? ഓർഗൻ ഓഫ് കോർട്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ കൺവേർട്ട് ദ വൈബ്രേഷൻസ് ഇൻ ടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അതാണ് ജോലി. 18ാമത്തെ ചോദ്യം, എനിക്ക് അവസാനത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. പിയും ക്യൂവും എന്ന് പറയുന്നത് എന്താണ്? 2 ഹോർമോണുകളാണ്. പി എന്ന് വെച്ചാൽ അറിയാം, ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഏതാണ്? ഇൻസുലിനാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കഗോണുമാണ്. ഓക്കെ, വിച്ച് സെൽ പ്രൊഡ്യൂസസ് ദ ഹോർമോൺ പി? പി എന്ന് പറയുന്ന ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിലെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റാ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെയിം ഓഫ് ദ ഗ്ലാൻഡ് പാൻക്രിയാസ്, സെൽ ബീറ്റാ സെൽ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഹോർമോൺ ക്യൂ. ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഷുഗർ കുറയുമ്പോൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ? എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യും? നമ്മുടെ ഗ്ലൂക്കഗോണിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അല്ലെങ്കിൽ ചില സമയത്ത് അമിനോ ആസിഡിനെയും എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും അത്യാവശ്യ ഘട്ടങ്ങളിൽ. അതാണ് ജോലി എന്ന് പറയുന്നത്. റൈറ്റ് എനി 2 ലൈഫ്സ്റ്റൈൽ ഹാബിറ്റ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ടൈപ്പ് 2 ഡയബറ്റീസ്. ഈറ്റ് ഹെൽത്തി ഫുഡ്, അവോയ്ഡ് ജങ്ക് ഫുഡ്, റെഗുലർ എക്സസൈസ്. ഓക്കെ, അത് തന്നെയാണ് എഴുതാൻ പറ്റുന്നത്. ഡയബറ്റീസ് ഉണ്ടായിരിക്കുന്ന കേസാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റോൾ ഇൻ റെഗുലേറ്റിംഗ് വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി ഡ്യൂറിംഗ് ദ സമ്മർ. വാസോപ്രസിൻ, ഹൈപ്പോതലാമസ്. ഫസ്റ്റ് പോയിന്റ്, വാസോപ്രസിൻ is produced by the hypothalamus, stored in the pituitary. Vasopressin will help in the reabsorption of water. രണ്ടാമത്തെ പോയിന്റ്, from the kidneys or the nephrons. അടുത്ത, ഡ്യൂറിങ് സമ്മർ ആകുമ്പോഴത്തേക്കും ഡ്യൂ ടു എക്സസീവ് സ്വെറ്റിംഗ് or dehydration happens. So vasopressin production കൂടും. More water is reabsorbed to the blood from the kidneys and the level of urine decreases. വാട്ടർ ബാലൻസ് ചെയ്യും. ഡ്യൂറിങ് വിൻ്റർ സ്വെറ്റിംഗ് കുറവാണ്, ഡീഹൈഡ്രേഷൻ കുറവാണ്. സോ ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ ഡിക്രീസസ്. റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിക്രീസ് ആകും, യൂറിൻ്റെ അളവ് അപ്പോൾ കൂടും. ഇതങ്ങ് എഴുതി വെച്ചാൽ മതി, ഇവിടെ മാർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ആൻസർ കീ നിങ്ങൾക്ക് PDF കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം.
സോ ഇതാണ് നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഉടനെ തന്നെ സി പാർട്ട് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ കമൻറ്റിൽ പറയുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.